അങ്ങനെ ഞാൻ ബോറടിച്ച് വീട്ടിനകത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് കുറച്ച് നേരം പുറത്ത് കിണറ്റിൻ്റെ കരയിൽ ഇരിക്കാമെന്നുള്ള പ്ലാനിൽ ഇങ്ങനെ വന്നത്. അപ്പോൾ അയ്യോ, അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എന്താ സ്ഥിതി എന്നറിയാം? സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അണ്ണാൻ്റെയും കിളികളുടെയും ഒക്കെ സൗണ്ട്. നല്ല രസമില്ലേ? സമയം പോകണത് അറിയില്ല. ഭയങ്കര മൈൻഡ് റിലാക്സ്. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും, ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ അവിടെ ആൾ റൂമിൽ നിൽക്കുമ്പോൾ ഉറക്കമൊന്നും ആൾക്ക് പെട്ടെന്ന് കിട്ടില്ല. പക്ഷേ ഇവിടെ വീട്ടിൽ വരുമ്പോൾ പെട്ടെന്ന് കിടന്നുറങ്ങിപ്പോവും. അതങ്ങനെയാണ്. ഭയങ്കര സൈലൻ്റാണ്. ആരെ കൊണ്ടൊരു ശല്യമില്ല. ശല്യം ഉണ്ടെങ്കിൽ വല്ല ചേരൻ്റെയും പാമ്പിൻ്റെയൊക്കെ ശല്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ശല്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഞങ്ങളുടെ കിണർ കണ്ടോ, അത്യാവശ്യം നല്ല തെളിഞ്ഞ വെള്ളമാണ്. പക്ഷേ ഞങ്ങളങ്ങ് കുടിക്കാനെടുക്കില്ല. ഇടയ്ക്ക് ഒരു ചേര വീണിട്ട്, എന്തായാലും പറഞ്ഞത് ഇവിടെ ചേര ശല്യം കുറച്ച് കൂടുതലാണ്. അപ്പോൾ കിണറ്റിനകത്തോട്ട് വീണിട്ടുണ്ടായിരുന്നു. പിന്നെ ജീവനോടെ കിടന്നത്, അതേപോലെ ജീവനോടെ അത് ഇറങ്ങി തനിയെ പോവുകയും ചെയ്തു. കുറേ തവളകളുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എന്തായാലും കിണറ്റിലെ വെള്ളം കുടിക്കാനെടുക്കില്ല. പക്ഷേ ബാക്കി പാത്രം കഴുകാനുള്ള തുണിയൊക്കെ അലക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഉച്ചത്തെ ഫുഡ് എന്താണെന്ന് കണ്ടാലോ? ബാ, കാണിച്ചു തരാം. ഇന്ന് ഉച്ചയ്ക്ക് നെത്തോലി, മീൻകറി, പിന്നെ ചീര, പിന്നെ പയറ്, എരിശ്ശേരി. ഉച്ചത്തെ ഫുഡ് എന്തായാലും വിശന്നിട്ടും വയ്യ എനിക്ക്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരേ ഒരു കാര്യമാണ് നമ്മുടെ ക്രേവിങ്സ്. നമുക്ക് എപ്പോൾ വിശക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. രാത്രിയെങ്കിൽ രാത്രി, പകലെങ്കിൽ പകൽ, ഏത് സമയം വേണോ നമുക്ക് വിശക്കുണ്ടാവാം. പക്ഷേ ഞാനങ്ങനെ അധികം ഫുഡ് അല്ല, ഞാനിങ്ങനെ ടൈം ടേബിൾ വെച്ചാൽ ഫുഡ് കഴിക്കണം. ഒരുപാട് കഴിച്ചാലും നമുക്ക് പണി കിട്ടും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഫുഡ് കഴിക്കണം. അങ്ങനെ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ കുട്ടാപ്പി ഫുഡ് കഴിക്കട്ടെ. കേട്ടാ.